നമസ്കാരം. വേൾഡ് ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. താലിബാൻ സർക്കാരിനെ അംഗീകരിക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി അന്റോണിയോ ബ്ലിങ്കൻ. തീവ്രവാദ വിരുദ്ധ നിലപാട് കൈക്കൊണ്ടില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന്റെ സ്വത്തുവകകൾ മരവിപ്പിക്കുമെന്നും പ്രതിരോധം കടുപ്പിക്കാനും മടിക്കില്ലെന്ന് അമേരിക്ക താലിബാന് മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിലെ US എംബസിയുടെ മുഴുവൻ പ്രവർത്തനവും ഇനി ദോഹയിലായിരിക്കും നടക്കുക. അമേരിക്കൻ സെനറ്റിനു മുൻപാകെ 5 മണിക്കൂർ നീണ്ട വിചാരണ നടപടിക്കിടെ താലിബാൻ സർക്കാരുമായി തൽക്കാലം ഒത്തുപോകാനാകില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി അന്റോണിയോ ബ്ലിങ്കൻ വ്യക്തമാക്കി. പുറമേ നിന്നുള്ള അൽ-ഖായിദ തീവ്രവാദികൾക്കും മറ്റും രാജ്യത്ത് സൗകര്യമൊരുക്കാതിരിക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കുക, UN ചട്ടങ്ങൾ പാലിക്കുക എന്നിവയാണ് താലിബാന് മുൻപാകെ 3 ഉപാധികളായി അമേരിക്ക സമർപ്പിക്കുന്നത്. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ $9 ബില്യൺ വരുന്ന അഫ്ഗാന്റെ സ്വത്തുവകകൾ മരവിപ്പിക്കും. താലിബാനെതിരെ ഉപരോധ നടപടികൾ സ്വീകരിക്കാനും മടിക്കില്ലെന്ന് അന്റോണിയോ ബ്ലിങ്കൻ പറഞ്ഞു. അതേസമയം അഫ്ഗാൻ ജനതയുടെ ദുരിതാവസ്ഥ പരിഹരിക്കാൻ സർക്കാർ ഇതര ഏജൻസികൾ മുഖേന സഹായം തുടരും. കാബൂളിൽ നിന്ന് യാത്രാ വിമാനങ്ങൾ സാധാരണ നിലയിലാക്കാൻ ഖത്തർ നടത്തുന്ന നീക്കത്തെ അമേരിക്ക അഭിനന്ദിച്ചു. അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും താലിബാൻ സർക്കാരിനെ തൽക്കാലം അംഗീകരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളും സമാന നിലപാട് തുടരാനായിരിക്കും സാധ്യത. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. അഫ്ഗാനിസ്ഥാൻ നേരിടുന്നത് കനത്ത ഭക്ഷ്യ പ്രതിസന്ധിയെന്ന് UN റിപ്പോർട്ട്. 1.5 കോടിയോളം വരുന്ന അഫ്ഗാൻ ജനത കനത്ത പട്ടിണിയിലാണ്. ഇവർക്ക് ഭക്ഷണം നൽകുന്ന UN പദ്ധതിയുടെ ഫണ്ട് ഈ മാസം തീരും. ലോകരാജ്യങ്ങൾ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി മൂലം മരിക്കുമെന്ന് UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. താലിബാൻ ഭരണം പിടിച്ചതോടെ രാജ്യത്തെ ദാരിദ്ര്യത്തിന്റെ നിരക്ക് കുതിച്ചുയരുകയാണ്. അടിസ്ഥാന പൊതുമേഖലകളെല്ലാം തകർന്നു. യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായതിനാൽ ആയിരക്കണക്കിന് ആളുകളാണ് ഭവനരഹിതരായതെന്നും ജനീവയിൽ ഉന്നതതല യോഗത്തിൽ സംസാരിക്കവേ ഗുട്ടറസ് പറഞ്ഞു. പതിറ്റാണ്ടുകൾ നീണ്ട യുദ്ധത്തിന് ശേഷവും ഏറ്റവും അപകടകരമായ സമയത്തിലൂടെയാണ് അഫ്ഗാൻ ജനത കടന്നു പോകുന്നത്. 1/3 അഫ്ഗാൻ പൗരനും അവന്റെ അടുത്ത നേരത്തെ ഭക്ഷണം എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ലെന്നും ഗുട്ടറസ് കൂട്ടിച്ചേർത്തു. ഐക്യരാഷ്ട്രസഭയിലെ US അംബാസിഡറായ ലിൻഡ തോമസ് ഭക്ഷണത്തിനും വൈദ്യസഹായത്തിനുമായി $64 മില്യൺ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 ലക്ഷത്തോളം കുട്ടികൾ മാനുഷിക സഹായത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് യുനിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹെൻഡീറ്റ H. ഫോറെ പറഞ്ഞു. ഈ വർഷം കുറഞ്ഞത് 10 ലക്ഷത്തോളം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുകയും ചികിത്സ കിട്ടാതെ മരിക്കുകയും ചെയ്യുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് പ്രതിസന്ധി ആരംഭിച്ച ശേഷം കുവൈത്തിലെ വിദേശി ജനസംഖ്യയിൽ വൻ കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട്. 2 ലക്ഷത്തിനടുത്ത് വിദേശികളാണ് കഴിഞ്ഞ 1.5 വർഷത്തിനിടെ കുവൈത്തിൽ നിന്നും പ്രവാസം മതിയാക്കി മടങ്ങിയത്. കുവൈത്ത് നാഷണൽ ബാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് രാജ്യത്തെ വിദേശികളുടെ എണ്ണത്തിൽ കുറവ് വന്നതായി പറയുന്നത്. 2020 സെൻസസിന് ശേഷമുള്ള കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 30 വർഷങ്ങൾക്കുള്ളിലെ ഏറ്റവും വലിയ ഇടിവാണ് 2020 കുവൈത്ത് ജനസംഖ്യയിൽ രേഖപ്പെടുത്തിയത്. മൊത്തം ജനസംഖ്യയുടെ 2.2% കുറഞ്ഞത്. ഈ വർഷം ആദ്യ പകുതിയോടെ ഇതിൽ 0.9% കുറവ് വീണ്ടും രേഖപ്പെടുത്തി. 2020 1,34,000 വിദേശികളും 2021 ആദ്യ പകുതിയോടെ 56,000-ലേറെ വിദേശികളും പ്രവാസം അവസാനിപ്പിച്ചു. കോവിഡ് പ്രതിസന്ധി ആരംഭിച്ചതിനു ശേഷം പ്രവാസം മതിയാക്കി മടങ്ങിയവരുടെ എണ്ണം 1,90,000-നടുത്താകുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കോവിഡ് പ്രതിസന്ധി ആരംഭിച്ചതിനു ശേഷം മൊത്തം ജനസംഖ്യയിൽ 3.1% കുറവ് വന്നത്. മൊത്തം വിദേശികളുടെ എണ്ണത്തിൽ 1.8% കുറവും സ്വദേശികളുടെ എണ്ണത്തിൽ 0.9% വർധനവുമാണ് ഇക്കാലയളവിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ വിദേശികളുടെ എണ്ണം 68.2% കുറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ എണ്ണമാണിതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ മേഖലയിലെ സ്വദേശിവൽക്കരണ നടപടികളും കോവിഡിനെ തുടർന്ന് സ്വകാര്യ മേഖലയിലുണ്ടായ തൊഴിൽ നഷ്ടവുമൊക്കെയാണ് വിദേശികളുടെ എണ്ണം കുറയ്ക്കാനുള്ള കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. അഫ്ഗാൻ ഉപപ്രധാനമന്ത്രിയും താലിബാൻ നേതാക്കളിൽ പ്രധാനിയുമായ മുല്ല ബറാദർ കൊല്ലപ്പെട്ടെന്ന് അഭ്യൂഹം. താലിബാനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് കൊല്ലപ്പെടാൻ കാരണമെന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. എന്നാൽ വാർത്തകൾ നിഷേധിച്ച് താലിബാൻ രംഗത്തെത്തി. മുല്ല ബറാദാർ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് താലിബാൻ വക്താവ് വിശദീകരിച്ചു. തെളിവിനായി അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശവും താലിബാൻ പുറത്തുവിട്ടു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്ന് താലിബാൻ വക്താവ് സുലൈൻ ഷഹീർ പറഞ്ഞു. പിന്നാലെ മുല്ല ബറാദാർ കാണ്ഡഹാറിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. എന്നാൽ റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ വീഡിയോയുടെ വിശ്വാസ്യത സ്വീകരിച്ചിട്ടില്ല.
ഹഖാനി നെറ്റ്വർക്കിന്റെ തലവൻ സിറാജുദ്ദീൻ ഹഖാനിയുമായുള്ള മുല്ല ബറാദാറിന്റെ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രചരിക്കുന്നത്. താലിബാനിൽ ഹഖാനി ഗ്രൂപ്പും ബറാദാർ ഗ്രൂപ്പും കടുത്ത ഭിന്നതയിലാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. താലിബാൻ സർക്കാരിന്റെ തലവൻ മുല്ല ബറാദാർ ആകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തെ ഉപപ്രധാനമന്ത്രിയായാണ് നിയമിച്ചത്. ഇടക്കാല സർക്കാർ അധികാരമേറ്റതിനു ശേഷവും ബറാദാറിനെ കുറച്ചു ദിവസമായി പരസ്യമായി കാണപ്പെട്ടിരുന്നില്ല. ഞായറാഴ്ച കാബൂളിൽ ഖത്തർ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രിസംഘത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. താലിബാൻ തലവൻ ഹൈബത്തുള്ള അഗുൽസാദയും ഇതുവരെ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്ത്രീ അവകാശങ്ങൾ മാനിക്കണമെന്ന് താലിബാനോട് ഖത്തർ. ദോഹയിൽ ഖത്തർ വിദേശകാര്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രിക്കൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അഫ്ഗാനിസ്ഥാനിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഖത്തർ ഉപപ്രധാനമന്ത്രി കൂടിയായ ഷെയ്ഖ് മുഹമ്മദ് പ്രതികരിച്ചത്. അഫ്ഗാൻ ജനതയുടെ നേട്ടങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീ അവകാശങ്ങൾ മാനിക്കണമെന്ന് താലിബാനോടും താലിബാൻ സർക്കാരിനോടും തങ്ങൾ എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അഫ്ഗാൻ വികസനത്തിൽ സ്ത്രീകൾക്കുള്ള പങ്ക് വകവെച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിട്ടുണ്ടെന്ന് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. പുതിയ അഫ്ഗാൻ പ്രധാനമന്ത്രി മുല്ല മുഹമ്മദ് ഹസൻ അൽഗുദുമായും മറ്റു താലിബാൻ സർക്കാർ വൃത്തങ്ങളുമായും കഴിഞ്ഞ ദിവസം ഷെയ്ഖ് മുഹമ്മദ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഞായറാഴ്ച കാബൂളിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര സമൂഹവുമായി ചർച്ച നടത്താൻ താലിബാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. കാബൂളിൽ താലിബാൻ നിയന്ത്രണം പിടിച്ചടക്കിയ ശേഷം അടച്ച വിവിധ രാജ്യങ്ങളുടെ എംബസികൾ തുറക്കാനായി അന്താരാഷ്ട്ര നേതാക്കളുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും താലിബാൻ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കുട്ടികൾക്കുള്ള വാക്സിൻ ഉടൻ ലഭ്യമാക്കാൻ ഫൈസർ. 5 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കോവിഡ് വാക്സിൻ ഒക്ടോബർ അവസാനത്തോടെ അമേരിക്കയിൽ ലഭ്യമാകുമെന്നാണ് ഫൈസർ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ പുതിയ കോവിഡ് രോഗികളിൽ ഡെൽറ്റ വകഭേദം കൂടുതലായി കാണുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കുട്ടികളിൽ വാക്സിൻ നൽകാനുള്ള തീരുമാനം. നിലവിൽ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അമേരിക്കയിൽ കോവിഡ് വാക്സിൻ നൽകുന്നുണ്ട്. കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതിന് മുൻപ് സുരക്ഷയും ഡോസ് സംബന്ധമായ പഠനത്തിലാണ് ഫൈസർ. മുതിർന്നവരുമായി താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കോവിഡ് കൂടുതൽ ഗുരുതരമായ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്നാണ് പഠനങ്ങൾ. കോവിഡ് ഏറ്റവും രൂക്ഷമായി ബാധിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ബഹ്റൈനിൽ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്ന പ്രവാസികളെ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ശുപാർശ. സർക്കാരിന്റെ അംഗീകാരത്തിനു വിധേയമായിരിക്കും ഈ വിഷയത്തിലുള്ള അന്തിമ തീരുമാനം. അഹമ്മദ് അൽ അൻസാരി അധ്യക്ഷനായ പാർലമെന്റിന്റെ സർവീസ് കമ്മിറ്റിയാണ് പ്രവാസികളെയും പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായുള്ള നിർദ്ദേശം മുന്നോട്ടുവച്ചത്. പ്രവാസികൾക്കും പെൻഷൻ പദ്ധതിയിൽ ഇടം നൽകണമെന്ന ശുപാർശ സർക്കാരിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചതായി സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ അധികൃതർ വ്യക്തമാക്കി. മിലിറ്ററി പെൻഷൻ നിയമത്തിൽ പ്രവാസികളെയും ഉൾപ്പെടുത്തുന്നത് വഴി പ്രതിവർഷം 200 മില്യൺ ദിനാർ നേടാൻ കഴിയുമെന്ന് സോഷ്യൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ വ്യക്തമാക്കിയിരുന്നു. ശുപാർശ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ പൊതു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ പ്രതിമാസം നിശ്ചിത തുക പെൻഷൻ ഫണ്ടിലേക്ക് അടയ്ക്കണം. സേവനം അവസാനിക്കുമ്പോൾ ഇവർക്ക് പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലായിരിക്കും പദ്ധതി. പ്രവാസികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് പെൻഷൻ ഫണ്ടിൽ മതിയായ നിക്ഷേപം ഉറപ്പുവരുത്തുമെന്ന് ചില പാർലമെന്റ് അംഗങ്ങളും അഭിപ്രായപ്പെട്ടിരുന്നു. ബഹ്റിൻ പൗരന്മാരല്ലാത്തവർക്ക് സോഷ്യൽ ഇൻഷുറൻസ് നിർത്തലാക്കിയ 1977 നിയമം പിൻവലിക്കണമെന്നും ചില എംപിമാർ ആവശ്യപ്പെട്ടു. 1977 വരെ സ്വകാര്യ മേഖലയിലെ എല്ലാ തൊഴിലാളികളും പെൻഷൻ ഫണ്ടിന്റെ പരിധിയിൽ വന്നിരുന്നു. പുതിയ ശുപാർശ അനുസരിച്ച് ചുരുങ്ങിയ വിരമിക്കൽ പ്രായം 55 വയസ്സായാണ് കണക്കാക്കുക. തൊട്ടു മുൻപുള്ള 5 വർഷത്തെ ശരാശരി ശമ്പളം അടിസ്ഥാനമാക്കിയായിരിക്കും പെൻഷൻ. പദ്ധതിക്കുള്ള ശുപാർശ സർക്കാർ അംഗീകരിച്ചാൽ ഇത് പ്രവാസികൾക്ക് ഏറെ പ്രയോജനകരമാകും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ 7582 പേർ തിരിച്ചെത്തിയതായി കുവൈത്ത് വ്യോമയാന വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബർ 5 മുതൽ 11 വരെയുള്ള കണക്കാണ് DGCA പുറത്തുവിട്ടത്. ഇന്ത്യയിൽ നിന്നും ഈജിപ്തിൽ നിന്നുമായി 174 വിമാനങ്ങളിലായി 17,843 പേരാണ് തിരിച്ചെത്തിയത്. ഇന്ത്യയിൽ നിന്നും 85 വിമാനങ്ങളും ഈജിപ്തിൽ നിന്ന് 89 വിമാനങ്ങളുമാണ് സർവീസ് നടത്തിയത്. വിദേശത്തു നിന്നുള്ള സർവീസുകൾ സജീവമായതനുസരിച്ച് വിമാനത്താവളത്തിൽ ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും സുഗമമായാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും വ്യോമയാന വകുപ്പ് മേധാവി യൂസഫ് അൽ ഫൗസാൻ പറഞ്ഞു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തനങ്ങളെന്നും വ്യവസ്ഥകൾ പാലിക്കാതെ ഒരാളെയും രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ കോവിഡ് വാക്സിനേഷൻ സ്വീകരിക്കാതെ 18 വയസ്സിനു താഴെയുള്ള വിദേശികൾക്ക് നിബന്ധനകളോടെ കുവൈത്തിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്നും വ്യോമയാന വകുപ്പ് അറിയിച്ചു.
രാജ്യത്ത് എത്തിയാൽ 7 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും 7 ദിവസം ഹോം ക്വാറന്റൈനും അനുഷ്ഠിക്കണം. കൂടാതെ വാക്സിനേഷൻ പൂർത്തിയാക്കുമെന്ന സത്യവാങ്മൂലവും സമർപ്പിക്കണം. ഒരാൾക്ക് ഒറ്റത്തവണ മാത്രമേ ഈ ഇളവ് അനുവദിക്കൂ എന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. അവധിക്കാല യാത്രക്കാരുടെ പ്രിയ നഗരങ്ങളിൽ മസ്കറ്റുമെന്ന് സർവേ ഫലം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 69 തലസ്ഥാന നഗരങ്ങളിൽ 6ാം സ്ഥാനമാണ് മസ്കറ്റിനുള്ളത്. അമേരിക്കൻ ലഗേജ് സ്റ്റോറേജ് കമ്പനിയായ ബൗൺസ് നടത്തിയ സർവേയിലാണ് ഈ കണ്ടെത്തൽ. ശരാശരി ഹോട്ടൽ ചെലവ്, പൊതുഗതാഗതത്തിന് വരുന്ന ചെലവ്, ശരാശരി താപനില, മഴ, ആകർഷകമായ സ്ഥലങ്ങൾ, റെസ്റ്റോറന്റ്, കുറ്റകൃത്യ നിരക്ക് തുടങ്ങിയ കാര്യങ്ങൾ കണക്കിലെടുത്താണ് സർവേ ഫലം തയ്യാറാക്കിയിരിക്കുന്നത്. അബുദാബിയാണ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്. മനാമ 4ാം സ്ഥാനത്തും റിയാദ് 5ാം സ്ഥാനത്തുമുണ്ട്. മാൾട്ടയുടെ തലസ്ഥാനമായ വല്ലേറ്റയാണ് 1ാം സ്ഥാനത്ത്. ന്യൂഡൽഹി പട്ടികയിൽ 3ാം സ്ഥാനത്തുണ്ട്. മസ്കറ്റിലെ കുറ്റകൃത്യ നിരക്ക് ഏറ്റവും കുറവായിട്ടുള്ള 14.32%. 0 കുറ്റകൃത്യ നിരക്കുള്ള ലിജൻസ്റ്റീൻ തലസ്ഥാനമായ വദൂസ് ആണ് ഈ വിഭാഗത്തിൽ 1ാം സ്ഥാനത്ത്. 88.36% കുറ്റകൃത്യ നിരക്കുള്ള പ്രിട്ടോറിയയാണ് അവസാന സ്ഥാനത്ത്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും വില നിരക്ക് അറബിയിൽ പ്രദർശിപ്പിക്കണമെന്ന നിബന്ധന കർശനമായി പാലിക്കണമെന്ന് വ്യാപാര സ്ഥാപനങ്ങളോട് ഖത്തർ വാണിജ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. നിയമം പാലിക്കാത്തവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, ഓൺലൈൻ ബിസിനസ് സ്ഥാപനങ്ങൾ, ഗാർഹിക ബിസിനസ്സുകൾ തുടങ്ങിയ വാണിജ്യ സ്ഥാപനങ്ങൾക്കാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. വിൽപ്പനയ്ക്ക് വെക്കുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും വില നിലവാരം അറബിയിൽ പ്രദർശിപ്പിക്കണമെന്നാണ് ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 2018 പുറത്തിറക്കിയ നിയമമനുസരിച്ച് നിർബന്ധമാക്കിയത്. അതിനാൽ തന്നെ നിയമം കർശനമായി പാലിക്കാൻ വാണിജ്യ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ്. ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ കാണാവുന്ന രീതിയിൽ വ്യക്തതയോടെ വില നിലവാരം പ്രദർശിപ്പിക്കണം. നിയമലംഘനം പിടിക്കപ്പെട്ടാൽ 2 വർഷത്തിൽ കുറയാത്ത തടവും 3000 റിയാലിൽ കുറയാത്ത പിഴയും ലഭ്യമാകാനിടയുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. അറബിക്കു പുറമെ സാധ്യമെങ്കിൽ മറ്റു ഭാഷകളിൽ കൂടെ വില നിലവാരം പ്രദർശിപ്പിക്കാൻ താൽപര്യപ്പെടുന്നതായും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ക്വാഡ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. സെപ്റ്റംബർ 24-ന് വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ അധ്യക്ഷതയിലാണ് ഉച്ചകോടി നടക്കുന്നത്. നരേന്ദ്രമോദിക്ക് പുറമെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണും ജാപ്പനീസ് പ്രധാനമന്ത്രി യോഷിൻഡെ സുഗയും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സൈബർ സുരക്ഷ, കടൽ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളും ഉച്ചകോടി ചർച്ച ചെയ്യും. അഫ്ഗാൻ ഉൾപ്പെടുന്ന വിഷയങ്ങളും ഉച്ചകോടിയിൽ ചർച്ചയ്ക്ക് വന്നേക്കും. അമേരിക്കൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തോടെ അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ അമേരിക്ക വലിയ വിമർശനം നേരിടുന്ന സാഹചര്യത്തിലാണ് സ്ക്വാഡ് ഉച്ചകോടി നടക്കുന്നത്. കൂടാതെ കോവിഡ് നിയന്ത്രണത്തിനായി പ്രഖ്യാപിച്ച സ്ക്വാഡ് വാക്സിൻ സംരംഭവും മേഖലയിലെ പ്രശ്നങ്ങളും ഉച്ചകോടി അവലോകനം ചെയ്യും. കഴിഞ്ഞ മാർച്ചിൽ ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ ക്വാഡ് രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഓൺലൈനായി നടത്തിയ ഉച്ചകോടിയുടെ പുരോഗതിയും നേതാക്കൾ വിലയിരുത്തും. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. ലോകത്താദ്യമായി 6 മാസം മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്കായുള്ള കോവിഡ് വാക്സിന്റെ 3ാം ഘട്ട പരീക്ഷണം സിനോവാക് സൗത്ത് ആഫ്രിക്കയിൽ ആരംഭിച്ചു. ചൈനീസ് മരുന്നു കമ്പനിയായ സിനോവാക് സൗത്ത് ആഫ്രിക്ക ആസ്ഥാനമായുള്ള നിമോലക്സ് ഗ്രൂപ്പുമായി ചേർന്നാണ് പരീക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. 6 മാസം മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളിൽ വാക്സിൻ ഉപയോഗിച്ചാലുണ്ടാകുന്ന സുരക്ഷ, കാര്യക്ഷമത, പ്രതിരോധശേഷി തുടങ്ങിയവയാണ് 3ാം ഘട്ടത്തിൽ പരിശോധിക്കുന്നതെന്ന് സിനോവാക് വ്യക്തമാക്കി. 3-നും 17-നും ഇടയിൽ പ്രായമുള്ളവരിൽ സിനോവാകിന്റെ നിഷ്ക്രിയ വാക്സിൻ ഫലപ്രദമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് മെയ് മുതൽ ചൈനയിൽ വാക്സിൻ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള. അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് താലിബാൻ സർക്കാർ ചട്ടങ്ങൾ പുറത്തിറക്കി. പെൺകുട്ടികളെ ആൺകുട്ടികൾക്കൊപ്പം ഇരുന്ന് പഠിക്കാൻ അനുവദിക്കില്ല. താലിബാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. പെൺകുട്ടികൾക്ക് പ്രത്യേക വസ്ത്രധാരണം നിർബന്ധമാക്കും. പെൺകുട്ടികളെ വനിതാ അധ്യാപകരാണ് പഠിപ്പിക്കുക. വനിതാ അധ്യാപകരില്ലെങ്കിൽ പുരുഷ അധ്യാപകർക്ക് കർട്ടന് പിന്നിൽ നിന്ന് പഠിപ്പിക്കാം. വിദ്യാഭ്യാസ മന്ത്രാലയം കോളേജുകളിലെ സിലബസ് പുനഃപരിശോധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. ബിരുദാനന്തര ബിരുദമടക്കമുള്ള കോഴ്സുകളിൽ പെൺകുട്ടികൾക്ക് പഠനം പുനരാരംഭിക്കാം. എന്നാൽ ശിരോവസ്ത്രമടക്കമുള്ള വസ്ത്രധാരണ നിർബന്ധമാണ്. അതേസമയം പെൺകുട്ടികൾ മുഖം മറയ്ക്കണോ എന്നതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തത വരുത്തിയിട്ടില്ല. അഫ്ഗാനിൽ താലിബാൻ അധികാരമേറ്റാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും സഞ്ചാര സ്വാതന്ത്ര്യവും വിലക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു. താലിബാൻ അധികാരം പിടിച്ചെടുക്കുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ പല ക്ലാസ് മുറികളിലും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കർട്ടനിട്ട് വേർതിരിച്ചുള്ള പഠനം നിലവിൽ വന്നു.
ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലെ ബിരുദധാരികളോട് കിടപിടിക്കുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പുറകോട്ട് നടക്കാൻ താലിബാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇപ്പോഴുള്ളതിൽ നിന്നും മുന്നോട്ടു പോകാനാണ് ആഗ്രഹമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഇന്ത്യൻ വിമാന കമ്പനിയായ ഇൻഡിഗോ എയർലൈൻസ് ദോഹയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുതിയ സർവീസ് തുടങ്ങുന്നു. ദോഹ പൂനെ പ്രതിദിന സർവീസാണ് ഒക്ടോബർ 1 മുതൽ ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ ബജറ്റ് വിമാന സർവീസ് കമ്പനിയായ ഇൻഡിഗോ എയർലൈൻസ് ആണ് പൂനെയിൽ നിന്ന് ദോഹയിലേക്ക് തിരിച്ചും സർവീസ് ആരംഭിക്കുന്നത്. ഒക്ടോബർ 1 മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഖത്തർ സമയം അർദ്ധരാത്രി 1:55 ദോഹയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാവിലെ 7:45 പൂനെയിലെത്തും. തുടർന്ന് പൂനെയിൽ നിന്നും ഇന്ത്യൻ സമയം രാത്രി 9:45 പുറപ്പെട്ട് ഖത്തർ സമയം രാത്രി 11:20 ദോഹയിലെത്തും. A320 എയർക്രാഫ്റ്റ് ആയിരിക്കും സർവീസ് നടത്തുക എന്നും വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായും ഇൻഡിഗോ അറിയിച്ചു. ദോഹയിൽ നിന്നും പൂനെയിലേക്കുള്ള വൺ വേ ടിക്കറ്റിന് നിലവിൽ 1066 ഖത്തർ റിയാലാണ് നിരക്ക്. തിരുച്ചിറപ്പള്ളിയിലേക്കും ഈ അടുത്ത് ഇൻഡിഗോ പുതിയ പ്രതിവാര സർവീസ് തുടങ്ങിയിരുന്നു. ദോഹയിൽ നിന്നും തിരുവനന്തപുരം, കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ എന്നീ കേരള സർവീസുകൾക്ക് പുറമെ ഡൽഹി, ചെന്നൈ, ബംഗളൂർ, ഹൈദരാബാദ്, ലക്നൌ എന്നിവിടങ്ങളിലേക്ക് നിലവിൽ ഇൻഡിഗോ സർവീസ് നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ റെസിഡന്റ് കാർഡ് എടുക്കുന്നതിനുള്ള സമയപരിധി അധികൃതർ നീട്ടി. ഈ മാസം 20-നുള്ളിൽ റെസിഡന്റ് കാർഡിന്റെ കോപ്പികൾ അതത് ക്ലാസ് ടീച്ചർക്ക് നൽകണമെന്ന് കാട്ടി ഇന്ത്യൻ സ്കൂളുകൾ സർക്കുലർ ഇറക്കി. ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ സെപ്റ്റംബർ 9-നുള്ളിൽ റെസിഡന്റ് കാർഡ് വിവരങ്ങൾ നൽകണമെന്നായിരുന്നു നിർദ്ദേശം നൽകിയത്. KG 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായ റെസിഡന്റ് കാർഡ് എടുക്കണമെന്നാണ് ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകൾക്ക് നൽകിയിട്ടുള്ള അറിയിപ്പ്. റെസിഡന്റ് കാർഡ് കോപ്പികൾക്കായി പ്രത്യേകം രജിസ്ട്രേഷൻ വേണമെന്നും നിർദ്ദേശമുണ്ട്. അപേക്ഷ പൂരിപ്പിക്കാനുള്ള ഫീസ് അടക്കം ഒരു കുട്ടിക്ക് 14 റിയാലോളം വേണ്ടിവരും കാർഡ് എടുക്കാനുള്ള ചെലവ്. കുട്ടികളുടെ റെസിഡന്റ് കാർഡ് എടുക്കുന്നതിന് 11 റിയാലാണ് റോയൽ ഒമാൻ പോലീസ് ഈടാക്കുന്നത്. ഇതോടൊപ്പം സ്പോൺസറുടെ ഒപ്പും സീലും അപേക്ഷയിൽ നിർബന്ധമാണ്. പുതിയ പാസ്പോർട്ട് എടുത്തവരുടെ വിസ പഴയ പാസ്പോർട്ടിലാണെങ്കിൽ വിസ പുതിയ പാസ്പോർട്ടിലേക്ക് മാറ്റാനും അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട്. അതിനാൽ ഇത്തരക്കാർ ആദ്യം വിസ പുതിയ പാസ്പോർട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് റെസിഡന്റ് കാർഡിന് അപേക്ഷ നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഡെൻമാർക്ക്. രാജ്യത്തെ 74.3% ജനങ്ങളും വാക്സിൻ സ്വീകരിച്ചതിന് പിന്നാലെയാണ് എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കിയത്. 5.8 മില്യണാണ് ഡെൻമാർക്കിലെ ജനസംഖ്യ. ഓരോ ദിവസവും ശരാശരി 540 പുതിയ കോവിഡ് കേസുകളാണ് രാജ്യത്ത് രേഖപ്പെടുത്തുന്നത്. കോവിഡ് മഹാമാരി നിയന്ത്രണ വിധേയമായതിനാലും വാക്സിനേഷൻ നിരക്ക് ഉയർന്നതിനാലുമാണ് രാജ്യത്തെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതെന്ന് ഡെൻമാർക്ക് ആരോഗ്യമന്ത്രി പറഞ്ഞു. കോവിഡിൽ നിന്ന് രാജ്യം പൂർണ്ണമായും സ്വതന്ത്രമായില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയത് രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉൾപ്പെടെ കുതിപ്പേകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. അതേസമയം കോവിഡ് കേസുകൾ ഉയർന്ന പക്ഷം നിയന്ത്രണങ്ങൾ വീണ്ടും നടപ്പാക്കാൻ മടിയില്ലെന്നും സർക്കാർ അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ 2ാം സ്ഥാനമാണ് ഡെൻമാർക്കിന്. ഓഫീസ് ജോലിക്കാർക്ക് ആഴ്ചയിൽ 33 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി എന്നത് ഡെൻമാർക്കിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സൗദിയിൽ അഴിമതി വിരുദ്ധ നടപടിയുടെ ഭാഗമായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ 700-ലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തതായി അഴിമതി വിരുദ്ധ അതോറിറ്റി വെളിപ്പെടുത്തി. സ്വദേശികളും വിദേശികളുമായ 282 പേരെ അറസ്റ്റ് ചെയ്തതായും അതോറിറ്റി അറിയിച്ചു. സൗദി ആന്റി കറപ്ഷൻ അതോറിറ്റി അഥവാ നസഹയാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതോറിറ്റിക്ക് ലഭിച്ച പരാതികളിന്മേൽ അന്വേഷണം പൂർത്തിയാക്കിയാണ് നടപടി. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 748 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി നസഹ വെളിപ്പെടുത്തി. കേസിൽ പ്രതികളായ 282 പേരെ അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറിയതായും അതോറിറ്റി അറിയിച്ചു. പ്രതിരോധം, ആഭ്യന്തരം, ആരോഗ്യം, നീതിന്യായം, നഗരഗ്രാമകാര്യം, പരിസ്ഥിതി, പാർപ്പിടകാര്യം, വിദ്യാഭ്യാസം, കൃഷി, മാനവശേഷി, ഹജ്ജ്, ഉംറ, ഗതാഗത മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് പിടിയിലായത്. പിടിയിലായവരിൽ സ്വദേശികൾക്ക് പുറമെ വിദേശികളും ഉൾപ്പെടും. കൈക്കൂലി, വ്യാജരേഖ ചമയ്ക്കൽ, അധികാര ദുർവിനിയോഗം, സാമ്പത്തിക വഞ്ചന എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. കേസുകളിൽ നടപടി പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിലേക്ക് കൈമാറുവാനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും അതോറിറ്റി അറിയിച്ചു. സൗദിയിൽ കിരീടാവകാശിയുടെ കീഴിൽ അഴിമതി വിരുദ്ധ നടപടികൾ ശക്തമായി തുടർന്നു വരികയാണ്. സർക്കാർ സ്വകാര്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി വിവരങ്ങൾ നസഹയെ അറിയിക്കുന്നതിന് നിരന്തരം ബോധവൽക്കരണം നടത്തിവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
GCC രാജ്യങ്ങളിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവർക്ക് ബഹ്റൈൻ ക്വാറന്റൈൻ ഒഴിവാക്കി. ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയ സാഹചര്യത്തിൽ ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർക്കുള്ള പുതുക്കിയ നിർദ്ദേശങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പുറപ്പെടുവിച്ചു. സെപ്റ്റംബർ 3 മുതലാണ് ഇന്ത്യയെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ബഹ്റൈൻ തീരുമാനിച്ചത്. ബഹ്റൈൻ പൗരന്മാർ, ബഹ്റൈനിൽ റെസിഡന്റ് പെർമിറ്റ് ഉള്ളവർ, ബോർഡിംഗിന് മുമ്പ് വിസ ലഭിച്ച ഇന്ത്യക്കാർ എന്നിവർക്ക് ബഹ്റൈനിലേക്ക് വരാം. GCC രാജ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വാക്സിൻ സ്വീകരിച്ചവർക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപുള്ള നെഗറ്റീവ് RT-PCR ടെസ്റ്റ് ആവശ്യമില്ല. ഇത്തരം യാത്രക്കാർക്ക് വാക്സിൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ GCC രാജ്യങ്ങളിലെ ഔദ്യോഗിക മൊബൈൽ ആപ്പിലെ ഗ്രീൻ ഷീൽഡ് കാണിക്കണം. ബഹ്റൈനിൽ 2ാം ഡോസ് സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞവരെയാണ് പൂർണ്ണമായി വാക്സിൻ സ്വീകരിച്ചവരായി കണക്കാക്കുന്നത്. വാക്സിൻ സ്വീകരിക്കാത്തവരും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവരുമായ യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുമ്പ് നടത്തിയ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സർട്ടിഫിക്കറ്റിൽ സ്കാൻ ചെയ്യാൻ കഴിയുന്ന QR കോഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഓൺലൈൻ റിപ്പോർട്ടും കൗണ്ടറിൽ കാണിക്കുന്ന PDF റിപ്പോർട്ടും ഒരുപോലെയായിരിക്കണം. ബഹ്റൈനിൽ എത്തിയാൽ വിമാനത്താവളത്തിൽ വെച്ചും തുടർന്ന് 5-10 ദിവസങ്ങളിലും കോവിഡ് പരിശോധന നടത്തണം. വാക്സിൻ സ്വീകരിച്ചവർക്കും സ്വീകരിക്കാത്തവർക്കും ഇത് ബാധകമാണ്. അതേസമയം 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടെസ്റ്റ് ആവശ്യമില്ല. 3 പരിശോധനകൾക്കായി 36 ദിനാറാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇത് മുൻകൂട്ടി അടയ്ക്കുകയോ വിമാനത്താവളത്തിലെ കിയോസ്കിൽ അടയ്ക്കുകയോ വേണം. ഇതിനാവശ്യമായ തുക യാത്രക്കാർ കരുതണം. വാക്സിൻ സ്വീകരിക്കാത്തവരും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ സ്വീകരിച്ചവരും 10 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ കഴിയണം. സ്വന്തം പേരിലോ അടുത്ത ബന്ധുവിന്റെ പേരിലോ ഉള്ള താമസ സ്ഥലത്തോ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി അംഗീകൃത ഹോട്ടലിലോ ആയിരിക്കണം ക്വാറന്റൈൻ. താമസ സ്ഥലത്തിന്റെ രേഖ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഹാജരാക്കണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കൂ. നന്ദി.